ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് 2 ഗസ്റ്റുകളാണുള്ളത്. അവരുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഹായ്. ഹായ്, നമസ്കാരം. നമസ്കാരം. എഞ്ചിനീയർ, ഡോക്ടർ അല്ലേ? ബൈ പ്രൊഫഷൻ. അപ്പം നമ്മളെ ഈ സോഷ്യൽ കിച്ചൺ അല്ലേ? അതെ, സോഷ്യൽ കിച്ചൺ ഇത് പ്രോപ്പർ എന്താണ്, എവിടെയാണ് ഈ സ്ഥലം? സോഷ്യൽ കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പാലക്കാട് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2019. ഓക്കെ. അപ്പോൾ അവിടുന്ന് നമ്മളൊരു ഇപ്പോൾ ഒരു 5 വർഷം 6 വർഷമായിട്ടുള്ളൊരു ജേണിയാണ് സോഷ്യൽ കിച്ചൺ എന്ന് പറയുന്നത്. ഓക്കെ. ഒരു വളരെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു 20 സീറ്റർ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. പിന്നെ നമ്മളൊരു സോഷ്യൽ ആസ്പെക്റ്റോട് കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെജിറ്റേറിയൻ. അപ്പോൾ നമ്മളൊരു ക്യുസീനിൽ മാത്രം ചെറിയ വ്യത്യാസമാണ്. നമ്മൾ കൊടുക്കുന്നത് ഒരു ഉടുപ്പി ക്യുസീനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കർണാടക ഫുഡാണ് കൊടുക്കുന്നത്. ഈ ഒരു എഞ്ചിനീയർ ആയിരുന്നു അല്ലേ? ഫസ്റ്റ് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പേര് പറഞ്ഞില്ല. ശങ്കർലാൽ. മാഡത്തിന്റെ പേര്? കീർത്തി. ശങ്കർ സാർ, നമ്മൾ ഈ ഫസ്റ്റ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അതിന്റെ കാൽവെപ്പ് എങ്ങനെയായിരുന്നു? ഞങ്ങളൊരു 2018 മുതൽ ഞങ്ങളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. സോ വി വാണ്ട് ടു സ്റ്റാർട്ട് സംതിങ് ബൈ അവർ ഓൺ എന്നുള്ളതിൽ വർക്ക് ചെയ്യുന്നത്. 2 പേരും വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങളത് ഒരു എന്താ പറയുക, സാഹചര്യങ്ങൾ നമ്മൾ ഒത്തു വന്നതും പിന്നെ ഫുഡ് ഇൻഡസ്ട്രി തന്നെയായിരുന്നു നമുക്ക് ഏറ്റവും പാഷനേറ്റ് ആയിരുന്നു. നമ്മൾ കണ്ടാൽ തന്നെ നന്നായി ഫുഡ് കഴിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ഫുഡ് ഇൻഡസ്ട്രിനെ നമുക്ക് ഏറ്റവും പാഷനേറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളൊരു എന്താ പറയുക, നമുക്ക് ഞാനും ഒരു വർക്കിംഗ് ക്ലാസ് ആയിരുന്നു. ഞാനും ഒരു ജോലി ചെയ്യുന്ന ആൾ, രാവിലെയും ഒരു 10 മണിൻ്റെ ബ്രേക്ക്, ഉച്ചയ്ക്ക് ബ്രേക്ക്, അങ്ങനെ ഈവനിങ്, അങ്ങനെ ആ ഒരു ഷെഡ്യൂൾ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കൊരു വർക്കിംഗ് ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ ഫുഡ് ഹൈജീൻ എന്നുള്ള കൺസെപ്റ്റ് വളരെ കുറവാണ്. ഇത് അഫോർഡബിൾ ആവണമെങ്കിൽ ഹൈജീൻ കുറച്ച് കുറവായിരിക്കാം, അല്ലെങ്കിൽ ഹൈജീന് വന്ന് കുറച്ച് പ്രീമിയം കൊടുക്കേണ്ടി, അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതൊരു മാർക്കറ്റ് ഗ്യാപ്പ് ആണെന്ന് നമുക്ക് തിരിച്ചറിഞ്ഞത് നമ്മൾ ആ ഒരു ഹൈജീനിക് ഫുഡ് അഫോർഡബിൾ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അത് എല്ലാ ക്ലാസ് ഓഫ് ആളുകൾക്കും വരാൻ പറ്റും. അത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്ന നമുക്ക് കിട്ടണം. അത് അവർക്ക് ഫുഡ് കഴിക്കുമ്പോൾ ഓരോ ദിവസവും റിപ്പീറ്റഡ് ആയി കഴിച്ചാലും അവർക്ക് ഹെൽത്ത് വൈസോ അല്ലെങ്കിൽ ടേസ്റ്റ് വൈസോ ചേഞ്ചസ് വരുന്നത് ഫീൽ ചെയ്യരുത്. ആ രീതിയിലാണ് നമ്മൾ അതിനെ പ്രിപ്പറേഷൻ ചെയ്തിട്ടുള്ളത്. ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ഫുള്ളി ട്രാൻസ്പാരന്റ് ആവണം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ചെയ്തിട്ടില്ല. ആളുകൾക്ക് കയറി ഇൻഗ്രീഡിയൻസ് വരെ ചെക്ക് ചെയ്യാം. നമ്മൾ അത്രയും ട്രാൻസ്പാരന്റ്. കിച്ചൺ തന്നെ നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ ഈ എൻഡ് ടു എൻഡ് വരെ ഫുൾ ഓപ്പൺ ആണ്. ഈ ഒരു കൺസെപ്റ്റ് ആരുടെ, ഡോക്ടറിന്റെ ആണോ അല്ലെങ്കിൽ ശങ്കറിന്റെ ആണോ? ഒരു ചെറിയൊരു തോട്ടിൽ നിന്ന് പിന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നതാണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പിന്നെ നമ്മൾ ഈ ഒരു കൺസെപ്റ്റിന്റെ കേസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത KLV നാരായൺ സാർ പറയുന്ന നമ്മുടെ മെന്റർ ഉണ്ട്. ഒരു പിതൃ തുല്യനായിട്ടുള്ള ആളാണ് സാറ്. സ്കൂബി ഡേ ഗാർമെന്റ്സിന്റെ MD കൂടിയാണ്. സാറായിരുന്നു നമുക്ക് ശരിക്കും ഇൻസ്പിറേഷൻ. പുള്ളിയാണ് നമുക്ക് നമ്മളിങ്ങനെ ഒരു ആശയം വന്നപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോഴും പുള്ളിയുടെ ഒരു അതിനോടുള്ള എക്സ്പെർട്ടീസ് നമുക്ക് ആരെങ്കിലും നമ്മളെ സഹായിക്കാം, ഒരു പുഷ് ചെയ്യാൻ വേണം. നമ്മളൊരു ഏജിൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ സ്റ്റാർട്ടിങ് 28 ആയിരുന്നു, നമുക്കൊരു ധൈര്യമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാന്ന് പറയാൻ ഒരാൾ വേണം. അപ്പം നമുക്ക് സാറിൻ്റെ നമുക്ക് എല്ലാ കാര്യവും ഗൈഡ് ചെയ്തതും ഇപ്പോൾ ഇതുവരെ എത്തുന്ന ജേണിയിലും നമ്മുടെ കൂടെ സാറും ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ആസ് ആൻ അഡ്വൈസർ, എല്ലാ മെന്ററായിട്ട് നമ്മുടെ കൂടെ സാറും ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഇതാണ് എൻ്റെ കൺസെപ്റ്റ് പറഞ്ഞപ്പോൾ സാറിന് അത് വളരെ താല്പര്യം തോന്നി. സോ നമ്മളതിൽ ഞാനത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമ്മൾ ഓരോരോ ഏരിയ വൈസ് നമ്മൾ ഡെവലപ്പ് ചെയ്തു. ഫസ്റ്റ് ഞങ്ങൾ പാലക്കാട് ലോഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കതിന് സെൽഫ് സർവീസിന് ആരും ആക്സെപ്റ്റബിൾ ആയിരുന്നില്ല വളരെ. കാരണം പൊതുവെ കേരളത്തിൽ സെൽഫ് സർവീസ് വളരെ കുറവാണ്. പിന്നെ ഗ്രാജുവലി പക്ഷെ നമ്മൾ വെൻ വി പ്രൊവൈഡ് മോർ വാല്യൂ ഫോർ വാട്ട് വി ആർ ഗിവിങ്, ചില കാര്യങ്ങൾ നമ്മളത് കോംപ്രമൈസ് ചെയ്യാൻ ആളുകൾ വില്ലിങ് ആവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതിൽ നമ്മൾ മാക്സിമം വാല്യൂ കസ്റ്റമർക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും അവർക്ക് കഴിച്ചത് ഓവർ പ്രൈസ്ഡ് ആയിട്ടൊരു ഫീൽ ചെയ്യരുത്. പിന്നെ നമുക്കത് പ്രൈസിങ് മാത്രമല്ല ഫാക്ട്, ഒരിക്കലും വില കുറച്ച് കൊടുത്തുകൊണ്ട് ആളുകൾ വരില്ല. തീർച്ചയായിട്ടും ഫുഡിന് ക്വാളിറ്റി കൺട്രോൾ എത്രത്തോളം ബെറ്ററായി ചെയ്യുന്നോ ഒരു വിശ്വാസം, ഒരു കസ്റ്റമറുടെ വിശ്വാസം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലോങ് ജേർണി. ഒരു ദിവസം കൊണ്ട് ഡെവലപ്പ് ആവുന്നതല്ല. പറഞ്ഞ പോലെ ഇത്ര നാള് ജോലി എടുത്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോൾ അതെ സ്ട്രഗിൾ ആയിരുന്നു. ഫസ്റ്റത്തെ ഒരു 1 year ഒക്കെ ഹോട്ടൽ ഇൻഡസ്ട്രി എപ്പോഴും പറയുമല്ലോ, നമ്മളൊരു ഓവർ ഇൻവോൾവ്മെന്റ് വേണ്ട ഒരു ജോലിയാണ്. നമുക്ക് വെക്കേഷൻസ് ഉണ്ടാവില്ല, അങ്ങനെ പെട്ടെന്നൊന്നും നമുക്ക് വെക്കേഷൻ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക പല ഫംഗ്ഷൻസുകൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ നമ്മൾ അതിനോട് വളരെ താല്പര്യത്തോടു കൂടി ചെയ്യുന്നതുകൊണ്ട്
അപ്പോൾ അത്രയും നമ്മൾ ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിലൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്താൽ പോയി. ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാതെ നമ്മൾ അതിനെ താല്പര്യത്തോടുകൂടി ചെയ്യുന്നത്. പിന്നെ നമ്മളെ കൂടെയുള്ള നമ്മളെ ടീം എന്ന് പറയുന്നതും എന്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകളുമാണ്. ഇറ്റ്സ് എ ഫാമിലി. സോഷ്യൽ കിച്ചൺ ഞങ്ങളൊരു ഒരു ഫാമിലിയാണ്. ഞാനോ അല്ലെങ്കിൽ കീർത്തിയോ അല്ല, ഞങ്ങളെ കൂടെയുള്ള ഓരോ ആളുകളും ഞങ്ങളൊരു ഫാമിലി, ശരിക്കും ടീം വർക്കാണ്. ടീം വർക്കാണ്. അത് രണ്ടെങ്കിൽ മാത്രമല്ല ഒഫീഷ്യൽ ബന്ധങ്ങളുടെ അപ്പുറത്തേക്കൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ടീമിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളെല്ലാവർക്കും അത് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവും. ടീം വർക്ക് കംപ്ലീറ്റ്ലി. ഇപ്പോ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് പാലക്കാടാണ്. അതെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ബ്രാഞ്ച് ഫസ്റ്റ് ഞങ്ങൾ പാലക്കാട് ഒരു കിയോസ്ക് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ വർക്ക് ചെയ്യുന്നതിന്റെ ഓഫീസിന്റെ നേരെ താഴെ തന്നെയായിരുന്നു ആ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങള് വർക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് തന്നെയാണ് ഇത് നടത്തിയിരുന്നത്. കാരണം ജോലി വിടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അല്ല, അന്ന് ഞാൻ ക്യാമറ ഓഫ് ചെയ്ത ടൈമിൽ ഞാൻ സംസാരിച്ചു പറഞ്ഞത് ജോലിയുടെ കൂട്ടത്തിൽ തന്നെ താഴത്തെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ. ആ ടൈമിനാണ് ശങ്കർജി ഈ ഒരു ഫീൽഡിലേക്ക് അതും ഓഫീസിലെ ജോലിയും കൂടി അല്ലേ ബാലൻസ് ചെയ്ത് പോകുന്നത്. അതിനകത്താണ് നമ്മള് സ്റ്റാർട്ടപ്പ് ആകുന്നത് അല്ലേ? പിന്നെ അത് ഗ്രോത്ത് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടൂല. പിന്നെ എന്താന്ന് വെച്ചാൽ നമുക്ക് ദൈവം ഒരു ഓപ്പണിംഗ് തന്നു. തീർച്ചയായിട്ടും. അപ്പൊ നമ്മളായിട്ട് അത് ഒരിക്കലും ഇതാക്കില്ല. നമ്മളുടെ ബെസ്റ്റ് അതിലിടുക എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പോഴും അതെട്ടോ. സ്റ്റിൽ നമ്മളൊരു എന്താ പറയാ 100% ആയിട്ടുള്ള കമ്പനി അല്ല, അല്ലെങ്കിൽ സിസ്റ്റം ഫുള്ളി ജനറേറ്റ് ആയിട്ടില്ല. ബട്ട് വി ആർ ട്രൈങ് ടു ജനറേറ്റ് സിസ്റ്റം ഈച്ച് ആൻഡ് എവറി മിനിറ്റ്. എല്ലാ നിമിഷവും നമ്മൾ ശ്രമിക്കുന്നത് പുതിയ അതിൽ സിസ്റ്റമൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മള് ശരിക്കും പറയാം നമ്മളുടെ താല്പര്യമല്ല, കസ്റ്റമേഴ്സിന്റെ താല്പര്യം എങ്ങനെയാണോ അതനുസരിച്ചിട്ടാണ് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ മെനു തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമുക്കിപ്പോ നോർമലി നമ്മൾ ഉച്ചയ്ക്ക് റൈസ് കോമ്പോസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിലൊരു ഫ്രൈഡ് റൈസ്, ഒരു കോംബോ 65, ഒരു സ്വീറ്റ്. അപ്പോൾ ഒരാള് ഫ്രൈഡ് റൈസ് മേടിച്ചാൽ ആൾക്ക് അതിന്റെ കൂടെ ഒരു ഗോബി 65 അല്ലെങ്കിൽ ഗോബി മഞ്ചൂരി അങ്ങനെ മേടിക്കുമ്പോൾ വലിയ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഞാൻ തന്നെ എനിക്ക് പോയിക്കാൻ നമുക്ക് ഫുൾ നമുക്ക് കഴിക്കാൻ വയ്ക്കില്ല. പക്ഷെ ആസ് എ ഫാമിലി അത് വർത്താണ് എനിക്ക് നോർമലായിട്ട്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഡിവിജ്വലി ഒരു പേഴ്സൺ, ഒരു ജോലി ചെയ്യുന്ന ആൾ വന്ന് ആൾക്ക് ഒരു ഫ്രൈഡ് റൈസും അതിന്റെ കൂടെ ആ ഫ്രൈഡ് റൈസിന് വേണ്ട ഗോബി 65, ഒരു സ്വീറ്റ് പാർട്ട് കോംബോ. അപ്പൊ അതായത് നമുക്ക് ആവശ്യമില്ലാതെ നമ്മൾ ഓവറായിട്ട് ആളുകൾ കൊടുത്തിട്ട് അവർക്ക് ബാക്കി പാഴ്സൽ ചെയ്ത് കൊണ്ടുപോകുന്ന അവസ്ഥ വേണ്ട. വേസ്റ്റും വരരുത്. സംഭവം അവർക്ക് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി. അതെ അതെ. അത് നമുക്ക് അവർക്ക് അതുകൊണ്ട് അവര് വിശപ്പ് മാറണം. അല്ലാതെ കുറച്ച് കൊടുത്ത് അവരെ കൊണ്ട് വീണ്ടും ഓർഡർ ചെയ്യുക എന്നുള്ളതാവരുത്. ആ കൊടുക്കുന്ന ക്വാണ്ടിറ്റി കൊണ്ട് ഒരാൾക്ക് ഒരു ലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ഒരു കൺസെപ്റ്റ് നല്ലത് തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ മെയിൻ വിഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ ശങ്കറിന്റെ ഒരു സ്പെഷ്യൽ ഡോക്ടറിന്റെ മെയിൻ വിഭവങ്ങൾ പറയുന്നത് നമ്മൾ മെയിൻലി ക്യുസീനിലാണ് ഡിഫറെന്റ് ഉള്ളത്. നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ എല്ലാവരും ബാംഗ്ലൂർ ഫുഡ് കോമൺ ആയിട്ട് എല്ലാവരും ഇപ്പൊ യൂസ്ഡ് ആയി. മുന്നേ ഉണ്ടായിരുന്നു. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് 2019 അന്ന് ഈ കർണാടക ഫുഡ് കേരളത്തിൽ വളരെ കുറവാണ്. ഐ മീൻ ഉണ്ടായിരിക്കാം, പഴയ ഉടുപ്പി റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്നല്ലാതെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിലൊന്നും വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നീട് ഒരു 2021-22 ശേഷം മറ്റ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള മറ്റ് ഫേംസ് ഒക്കെ വന്നപ്പോഴാണ് ഇത് കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് ഈ കർണാടക ഫുഡ്. അപ്പൊ നമ്മളിത് ചൂസ് ചെയ്യാനുള്ള റീസൺ ഈ ഫുഡ് നമുക്ക് സെൽഫ് സർവീസിൽ കൊടുക്കാൻ കുറച്ചും കൂടി ഈസിയാണ്. കാരണം നമ്മുടെ സൈസും നമ്മളൊരു ഒക്കെ ഒരു കയ്യിൽ പിടിച്ച് കഴിക്കാവുന്ന സൈസ് ആയിരിക്കും. പ്ലേറ്റ് സൈസ് ഷുഡ് ബി വി ക്യാൻ ഹോൾഡ് ഇൻ എ ഹാൻഡ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആളുകൾക്ക് വന്ന് കഴിച്ച് അവർക്ക് ഉടനെ പോകാൻ പറ്റണം. അവർക്ക് കൂടുതൽ വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ല. നമ്മളെ കഴിക്കുക നേരെ കൊണ്ടുപോയി. പൊതുവെ എല്ലാവരും ബിസിയാണല്ലോ. എല്ലാ ആളുകളും ബിസിയാണ്. നമ്മളിപ്പോ കടവന്ത്രയാണ് നമ്മുടെ ഈ സ്ഥാപനമുള്ളത്. നമ്മുടെ ഈ റോഡിന്റെ പേര് ജവഹർ നഗർ സുഭാഷ് ചന്ദ്രബോസ് റോഡ്. ശരിക്കും അത് നമ്മൾ അവിടെ അതിലൂടെ പോകുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജോലിക്കാരാണ് അല്ലേ? ഫാസ്റ്റ് അപ്പൊ വന്ന് കഴിക്കുക, സംഗതി ബില്ലെടുക്കുക, നേരെ കൊണ്ട് കൊടുക്കുക. സംഗതി ഒരു അവിടെ സപ്ലയറെ നോക്കേണ്ട ആവശ്യമില്ല അല്ലേ? ആണല്ലോ. ഓക്കെ. ബേസിക്കലി റെസ്റ്റോറന്റ് QS ആണ്, ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിനൊക്കെ, ഇപ്പൊ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് ലൈവായിട്ട് കാണാം. അതായത് ഫുഡ് ഉണ്ടാക്കുന്നതും അല്ലേ? ഓപ്പൺ കിച്ചൺ ആണ്. ഫുള്ളി ഓപ്പൺ എന്ന് പറഞ്ഞാല് വാഷ് ഏരിയ വരെ നമ്മൾ ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ട്. വാഷ് ഏരിയ വരെ കസ്റ്റമർ കാണാനുള്ള ഗ്ലാസ് ഇട്ടിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. അത് വന്ന് കാണാം. അതായത് എല്ലാ ഏരിയയും, അതായത്
ഒരു പിന്നെ നമ്മളിൽ ഒരു മെനു സൈസും ഒരുപാട് വൈവിധ്യമാർന്ന മെനു അല്ല, പക്ഷെ ഡെയിലി കൺസ്യൂം ചെയ്യാവുന്ന മെനു ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ബർഗറോ അല്ലെങ്കിൽ പിസ്സയോ പോലെ നമ്മൾ വീക്ക്ലി വൺസോ ടോയ്സോ കഴിക്കുന്ന ഫുഡല്ല. ഇഡ്ഡലിയും വടയും നമ്മൾ ലാസ്റ്റ് എന്നാ കഴിച്ച ശേഷം നമ്മൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്ന് രാവിലെയാവും കഴിച്ചിട്ടുണ്ടാവുക. നമ്മൾ റെഗുലർ ഫുഡാണ് കൊടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഒരുപാട് ചേഞ്ചസോ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നില്ല. ആ ബേസിക് തമ്പ് റൂൾ ഫോളോ ചെയ്താൽ തന്നെ ആളുകൾക്ക് അത് കഴിച്ചു പോയാൽ പ്രത്യേകിച്ച് വളരെ ലൈറ്റ് ആയിട്ട് തന്നെ ഫീൽ ചെയ്യുള്ളൂ. ഓൺലി കൺസേൺ എന്താ വെച്ചാൽ ഒരു കന്നഡിയൻ ഫുഡ് കുറച്ചുകൂടി ഗീയുടെ അഡീഷൻ കൂടുതലാണ്. അതിപ്പോ ടെക്സ്ചറും ഒക്കെ വരുന്ന കുറച്ചുകൂടി ഗീ നമ്മൾ കൂടുതൽ ആഡ് ചെയ്യണം. അപ്പൊ അത് ചില ആളുകൾ വിത്തൗട്ട് ഗീ ആയിട്ട് എടുക്കും. എല്ലാവർക്കും അത്രയും മലയാളീസ് നമ്മൾ അത്രയും ഗീനോട് യൂസ്ഡ് അല്ല. അപ്പൊ അവർക്ക് അത് വിത്തൗട്ട് ആയിട്ട് എടുക്കാം. അതാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടുത്തെ മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞില്ലേ, അത് എന്തൊക്കെയാണ് കൂടുതലായിട്ട് നമ്മളെ സോഷ്യൽ കിച്ചണില് കഴിക്കുന്നത്? നമുക്കിപ്പോ നമ്മളുടെ ഓപ്പൺ ബട്ടർ മസാല ദോശ പറയുന്ന ഒരു ബട്ടറും മസാലയും ഇഡ്ഡലി പൊടിയെല്ലാം ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അതെല്ലാവരും മേടിച്ച് കഴിക്കുന്ന ഐറ്റമാണ്. പിന്നെ നമ്മുടെ ചോലെ ഭട്ടൂരെ, അതുപോലെ നമ്മൾ മസാല ദോശ, അത് ക്രിസ്പി ആയിട്ടുള്ള ദോശാസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലോണം ഇഷ്ടപ്പെടും. തട്ട ഇഡ്ഡലി. എത്ര ടൈപ്പ് ഓഫ് ദോശ നമ്മളടുത്തൊരു 13 ടൈപ്പ് ദോശ. അപ്പൊ അതില് ഒരു എപ്പോഴും ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുക മസാല ദോശയാണ് ഏറ്റവും കൂടുതൽ കഴിക്കുക. പിന്നെ ഗീ റോസ്റ്റും എല്ലാത്തിനും എന്താ പറയാ. പിന്നെ റവ റോസ്റ്റ്, അതുപോലെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നീർദോശ എന്ന് പറഞ്ഞ ഐറ്റം ഉണ്ട്. നാളികേരും റൈസും കൂടിയിട്ട് അരിച്ചുണ്ടാക്കുന്നത്. കുറച്ചുകൂടി നമ്മള് പത്തിരിയൊക്കെ അല്ലേ, നമ്മൾ അരിദോശ എന്ന കേരളത്തിൽ പറയുന്നതിന്റെ കന്നഡിക സ്റ്റൈലാണ് അത്. അതിന്റെ കൂടെ പക്ഷെ നമ്മൾ കോക്കനട്ടും സ്വീറ്റും ആയിട്ടുള്ള ചട്നിയാണ്, സ്വീറ്റ് ആണ് അതിന്റെ കൂടെ കഴിക്കാം. അല്ലാതെ ചട്നിയോ സാമ്പാറോ അല്ല. ചട്നി സാമ്പാറും കഴിക്കുന്നവർ കഴിക്കാം, പക്ഷെ കോമ്പിനേഷൻ നമ്മൾ കൊടുക്കുന്നത് സ്വീറ്റ് ആണ്. നാളികേരും ശർക്കരക്കുള്ള ഒരു സ്വീറ്റ് ആണ് നമ്മൾ അതിന്റെ സ്വീറ്റ് കൂട്ടിയിട്ട് കഴിക്കാം. ഒട്ടും നമുക്ക് ഹെവിനെസ് ഫീൽ ചെയ്യില്ല. ഡിപ്പെൻസ് ആണ് ഓരോ, കാരണം എല്ലാ ക്ലാസ് ഓഫ് ആളുകളും ഉണ്ടാവും. ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾ ഇപ്പോഴും ഇഡ്ഡലിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുക. അങ്ങനെ ഓരോ ആളുകൾക്കും ദോശ, അങ്ങനെ ഉപ്പുമാവ്, അങ്ങനെ വെജിറ്റേറിയൻ മാത്രമാണല്ലോ നമ്മൾ ഇത് ചെയ്യണത്. അതെ. അപ്പൊ അതുപോലെ കുക്ക് ചെയ്യാറുണ്ടോ? അത്യാവശ്യം ആണല്ലേ. എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ ഉണ്ടാക്കുന്നതിലാണോ? ഞാൻ ഉണ്ടാക്കുന്നതിൽ ഇവിടെയുള്ള ഒരുവിധം ദോശ വെറൈറ്റീസ് എല്ലാം അറിയാം. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ചിരിക്കണം ഈ ഒരു ഫീൽഡിൽ അല്ലേ? അല്ല, ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ വളരെ ബേസ്, നമ്മളൊരു വൈഫ് ബില്ലിങ്ങിലും ഞാൻ കൗണ്ടറിൽ നിന്നിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. സോ അത് പാലക്കാട് വളരെ ചെറിയ സ്റ്റാഫ്, ഒരു 4-5 സ്റ്റാഫ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ആ സ്റ്റാഫുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങളത് അവിടുന്ന് ഒരു ഗ്രാജുവലി ടൈം എടുത്തും റെസ്റ്റോറൻറ്റ് ഫീൽഡിൻ്റെതായ എല്ലാ ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്തിട്ട്, പക്ഷേ അത് നമ്മളത് എന്താ പറയുക, നമ്മൾ ഓരോ വട്ടം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ നമുക്കത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളത് വേണമല്ലോ. നമുക്ക് അങ്ങനെ ഗ്രാജുവലിയാണ് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ ഒരു 5 years ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പൊ ഞങ്ങൾക്കിപ്പോൾ കറന്റ് നമുക്ക് 4 branches ഉണ്ട്. പാലക്കാട് 2 branch ഉണ്ട്, കോയമ്പത്തൂർ ആർ ബ്രാഞ്ച് ഉണ്ട്, പിന്നെ ഇപ്പൊ കടവന്തറ ലോഞ്ച് ചെയ്തു. തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മളൊരു 1 week ആയി. സോ കടവന്തറക്ക് പ്രിപ്പറേഷൻ ഓൾമോസ്റ്റ് 1.5 years ആയി. വർക്കിംഗ് ഫോർ എ ലൊക്കേഷൻ, കാരണം ഞങ്ങള് ഒരു പെർട്ടിക്കുലർ ലൊക്കേഷൻ വേണം. അത് റെസിഡൻഷ്യൽ പോപ്പുലേഷനൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കണം. ഇനി നമുക്ക് ഡോക്ടറെ എടുക്കാം. ഡോക്ടറെ, ഈ ഒരു ജേണിയിലേക്ക് വന്നിട്ട് എന്താണ് ഡോക്ടറിന്റെ ഒരു അഭിപ്രായം? എങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൽ, അതായത് ഈ സോഷ്യൽ കിച്ചണിലേക്ക്? ഞാനും ഈ പറഞ്ഞ പോലെ പാഷനേറ്റ് ആയിട്ട് തന്നെയാണ് ഫോർവേഡ് ആയിട്ടുള്ളത് വന്നിട്ടുള്ളത്. നമ്മുടെ പ്രൊഫഷണൽ അത് അവിടെ ഒരു സൈഡായിട്ടില്ല. അതവിടെ ശരിക്കും പറഞ്ഞാൽ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു സർവീസ് മാറ്റി വെച്ചിട്ടാണ് ഈ ഒരു ഫുഡ് സെക്ഷനിലേക്ക് വരുന്നത് അല്ലേ? അത് ഹസ്ബൻഡ് എന്താ പറയാ, ഹസ്ബൻഡിന്റെ ഒരു സപ്പോർട്ട് അല്ലേ, അല്ലെ ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് ചോദിക്കുമ്പോ അല്ലേ, ശരിക്കും കൂടെ നിന്നിട്ട് കാര്യങ്ങളൊക്കെ എന്താ പറയാ അത് കണ്ട്, അതായത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ രണ്ടും നല്ല ജോലിക്കാരാണ്, എഞ്ചിനീയറുമാണ് ഡോക്ടറുമാണ് അല്ലേ? ആ ഒരു പ്രസ്ഥാനം നല്ലൊരു, ശരിക്കും ഡെയിലി പോയിട്ട് ഓഫീസിൽ പോയി വർക്ക് ചെയ്തിട്ട് ഈ ടെൻഷൻ ഒന്നും എടുക്കേണ്ട അല്ലേ? ഇതിന്റേതായ ടെൻഷൻ ഉണ്ട്. അല്ല, അതിന് ഓഫീസ് എന്ന് പറയുമ്പോൾ അത്രയും ഇല്ല, മാസം ശമ്പളം മേടിച്ചാൽ ഇതല്ലല്ലോ, ഇത് ശരിക്കും ഫുൾ ടെൻഷൻ തന്നെയാണ്. ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ കൂടുതൽ നമ്മൾ ഇവിടത്തേക്ക്
കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യണം, മസ്റ്റായിട്ടും ഫോക്കസ് ചെയ്യണം. അപ്പൊ നമ്മളുടെ പ്രൊഫഷനെ ഒന്ന് സൈഡാക്കി നിർത്തി മുന്നോട്ട് വന്നു. അത് ഫുഡില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കണ കൂട്ടത്തിലാണോ ഫുഡ് നല്ല രീതിയിൽ കഴിക്കാൻ കൊടുക്കും? അതാണ് നമ്മളുടെ മെയിൻ പാർട്ട് അല്ലേ? അല്ല, ഞങ്ങൾ ഒരുവിധം പോവാത്ത റെസ്റ്റോറൻറ്റ്സ് ഇല്ല. ഇപ്പൊ കൊച്ചിയിൽ വർക്ക് തുടങ്ങി കഴിയണതില്ല, കൊച്ചിയിൽ ഒരുവിധം എല്ലാം കഴിച്ചു. അതെ, നമ്മള് അറിയണമല്ലോ. അതെ, അല്ലല്ല, അത് ആക്ച്വലി ഞാനത് നമുക്കൊരു മെനു സ്റ്റഡിങ്ങിന് വേണ്ടിയിട്ടല്ല, മാക്സിമം കഴിക്കാം. ഇപ്പോ ആൾക്കാരെല്ലാവരും ഇപ്പൊ ഫുഡിനോടാണ് കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷൻ അല്ലേ? ഇപ്പം അത് എനിക്ക് നമുക്ക് ഒരു വെറൈറ്റി ഫുഡ് കിട്ടാനായിട്ടാണ് എല്ലാവർക്കും അന്വേഷിച്ച് നടക്കുന്നത് അല്ലേ? എവിടെ കിട്ടുമെന്നുള്ളത്. അതെ, അത് ഉദ്ദേശമാണ്. ഇപ്പൊ നല്ല ഇന്നോവേറ്റീവ് ആണ്. ഇപ്പൊ യങ് എന്റർപ്രണേഴ്സ് വരുന്ന ഫുഡ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന ആളുകളൊക്കെ ഇപ്പൊ നമ്മളെക്കാട്ടും എത്രയോ യങ് ആയിട്ട് ഉള്ള ആളുകളാണ് ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ളത്. അപ്പൊ അവരൊക്കെ എന്താ പറയാ, പുതിയ പുതിയ മെനു കൊണ്ടുവരുന്നതും നമുക്ക് ശരിക്കും അവരുടെ ഒപ്പം ഒന്നും നമുക്കൊന്നും എത്താൻ പറ്റുന്നില്ല. കാരണം അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്തു വരുന്നത്. നമ്മളൊരു ഈ സോഷ്യൽ കിച്ചണിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഫുഡിന്റെ കൂടെ തന്നെ സോഷ്യൽ കിച്ചൺ ഒരു സാമൂഹ അടുക്കള എന്നുള്ള ഫീലല്ല, എല്ലാവരും കൂടി സോഷ്യലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മളെ എല്ലാ റെസ്റ്റോറൻറ്റ്സും ഈ ഒരു ഓപ്പൺ അറ്റ്മോസ്ഫിയറിൽ ചെയ്യുന്നത്. എല്ലാത്തിലും പ്ലഗ് പോയിന്റ്സ് കസ്റ്റമേഴ്സ് വന്നിരിക്കാം. അതുകൂടെ മുന്നൊരു കഫേ കോഫിയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്ന പോലത്തെ എല്ലാ കാര്യങ്ങളും നമ്മളിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഡൈനിങ്ങിന് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആളുകൾക്ക് അവിടെ വന്നിരിക്കാം. ടൈം റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. എത്ര നേരം അവർക്ക് രണ്ട് കാര്യം നടക്കും. അവര് ഓഫീസ് വർക്ക് നടക്കും അതിന്റെ കൂടെ തന്നെ അല്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് ഓപ്പൺ കിച്ചൺ. ആ പേരിൽ തന്നെയുണ്ട് സോഷ്യൽ കിച്ചൺ. അതാണ് ശരിക്കും സോഷ്യൽ കിച്ചൺ എന്നുള്ള കൺസെപ്റ്റ്. ഈ ഒരു പേര് രണ്ടുപേരും കൂടെ ഡിസൈഡ് ചെയ്താണോ? എന്താ പറയാ, നമുക്കൊരു ബേസിക്കലി സോഷ്യലൈസ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഫുഡിന്റെ ഒരു കൺസെപ്റ്റ്. അപ്പൊ അതിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത് ഒരു പേര് എടുത്തു. ഹായ്, ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ബട്ട് ദിസ് ഫസ്റ്റ് ടൈം ഞാനിവിടെ വരുന്നത്. നല്ല ദോശയായിരുന്നു. ഞാൻ ഗീ റോസ്റ്റ് ആണ് മേടിച്ചത്. ഭയങ്കര സോഫ്റ്റ്, എന്നാൽ ക്രിസ്പി ആവേണ്ട ക്രിസ്പി, നല്ല ദോശയായിരുന്നു. ആൻഡ് കോഫി, ഞങ്ങളിത് രണ്ടാമത്തെ കോഫിയാണ് ഞങ്ങളുടെ. സോ അത് എത്ര ടേസ്റ്റ് ചെയ്യാൻ നോക്കാം. വെരി നൈസ്. ആൻഡ് ദേവ് ബീൻ ഹിയർ 2-3 പ്രാവശ്യമായി ഇവിടെ വന്നിട്ടുണ്ട്. Yeah, we are almost like regulars. Mostly every morning. Morning vibe is very nice, and the food is also excellent. സോഷ്യൽ കിച്ചന്റെ പ്രത്യേകതകളൊക്കെ എന്തൊക്കെയാണ്? പ്രത്യേകതകൾ നമ്മളുടെ മെനു തന്നെയാണ് വരുന്നത്. ഒരു കോമൺലി നമുക്കിവിടെ കേരളത്തിൽ കാണാത്തൊരു മെനു ആണ് നമ്മൾ ചെയ്യുന്നത്. അത് പക്ഷേ കർണാടകയിലെല്ലാം വളരെ കോമൺ ആയിട്ടുള്ള മെനു ആണ്. അതായത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് കേസരി ബാത്ത്, കാര ബാത്ത്, ചൗച്ചോ ബാത്ത്, ബിസിബേള ബാത്ത്, പുലാവ്. ഈവൻ പുലാവ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കോമൺ. അതുപോലെ തന്നെ നമ്മൾ ദോശ വെറൈറ്റീസ് ആണ്. സെറ്റ് ദോശ, ഓപ്പൺ ബട്ടർ മസാല ദോശ, എല്ലാം ഈ പൊടി, ഒരു ദോശയുടെ പൊടി നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ദോശപ്പൊടി ഉണ്ട്. ആ പൊടിയിട്ട് അതിൻ്റെ ഒരു മസാല വെച്ച് അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ബാറ്റർ പ്രിപ്പറേഷൻ മുതൽ എൻ്റെ വരെയും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് കേരള, തമിഴ്നാട് ക്യൂസീനാണ് നമ്മൾ അധികം ഫോളോ ചെയ്യുന്നത്. നമ്മളിൽ കംപ്ലീറ്റ്ലി അതൊരു വേറെ ക്യൂസീനാണ്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം കഴിക്കുന്ന ആൾക്ക് എന്തായാലും ദേ വിൽ ഫീൽ ദാറ്റ് ഡിഫറൻസ്. പിന്നെ നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത് ഒരു ജാഗറി ആഡ് ചെയ്യുന്ന ഒരു വേറെ, ഉടുപ്പിയിൽ പോയിട്ട് നമ്മളിപ്പോൾ മൂകാംബി അമ്പലത്തിൽ പോകുന്ന ആൾക്ക് യൂസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന അതേ സെയിം സാമ്പാർ തന്നെ കിട്ടും. ബാംഗ്ലൂർ സ്റ്റൈൽ അല്ല, നമ്മൾ ഉടുപ്പി സ്റ്റൈലാണ്, ഉടുപ്പി ക്യൂസീനാണ്. അപ്പൊ അതിന്റെ ഒരു ലൈറ്റ് സ്വീറ്റോട് കൂടിയിട്ടുള്ള, അത് ഈവൻ സാമ്പാർ മാത്രം കോരി കഴിക്കാവുന്ന ചില കസ്റ്റമേഴ്സും ഞാനൊക്കെ ചെയ്യുന്നത് കഴിക്കാവുന്ന ഒരു ലൈറ്റ് സ്വീറ്റോട് കൂടിയിട്ടുള്ള സാമ്പാറാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ബോണ്ട സൂപ്പ്, അത് കർണാടക സൂപ്പുണ്ട്. ബോണ്ട സൂപ്പ്, അതുപോലെ പാവ് ഭാജി, എല്ലാം പക്ഷെ ഈ പറയുന്ന പോലെ നമ്മളുടെ ഒരു R&D ചെയ്ത് നമ്മൾ കുറെ ടൈം എടുത്തിട്ടാണ് ഒരു മെനുവിൽ ഒരു ഐറ്റം ആഡ് ചെയ്യുള്ളൂ. ഞങ്ങളിപ്പോ ലോഞ്ച് ചെയ്തിട്ട് 5 വർഷം കൊണ്ട് ആകെ ഒരു പുതിയ മെനു ആഡ് ചെയ്തിട്ടുണ്ടാവും മാക്സിമം 8-10 ഐറ്റംസ് ആണ്. അതിൽ കൂടുതൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ അത്ര, കാരണം എല്ലാവർക്കും നമുക്ക് ഒരേ ടേസ്റ്റ് വരണം. ഇവിടെ നിന്ന് വന്ന കസ്റ്റമർക്ക് തന്നെ പാലക്കാട് കഴിച്ചാൽ ഒരേ ടേസ്റ്റ് ഫീൽ ചെയ്യണം. നമ്മുടെ ബ്രാഞ്ചിൽ പോയി കഴിക്കുമ്പോൾ ആ സെയിം ഫീൽ ചെയ്യണം. അത് ഇറ്റ്സ് നോട്ട് യൂണീക്ക്. നമുക്ക് ഇവിടെ നമ്മളിവിടെ ചെയ്യുമ്പോൾ യൂണീക്ക് ആവുന്നത് മാത്രം. കർണാടകയിൽ കോമൺ ആയിട്ടുള്ള ഒരു ഫുഡാണ്. അല്ല, എന്നാലും ഏകദേശം ആ ഒരു അതേപോലെ അതുപോലെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആയിട്ടാണ് ഉടുപ്പി ബൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പഴം കൂട്ടി, റോബസ്റ്റ പഴം
അരിപ്പൊടിയും മൈദയും ബട്ടറും കൂട്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. അത് പൊതുവെ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റം, ഉടുപ്പി ബൺസ് പോലെ. പിന്നെ അതേപോലെ നമ്മളുടെ ഈ മിർച്ചി ബജ്ജി നമ്മൾ വേറൊരു രീതിയിലാണ് ഉണ്ടാക്കുക, ഉള്ളിയും ഇതൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുക. പിന്നെ ഇപ്പം നമ്മൾ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഇവിടെ പുതുതായിട്ട് ഇപ്പം നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇപ്പം ഈ പാലക് പക്കോട പോലത്തെ, അതൊക്കെ കോമൺ അല്ല നമ്മളുടെ ഇവിടെ. അപ്പോൾ പാലക് പക്കോട അതുപോലത്തെ കുറച്ച് വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. വെറൈറ്റി ഐറ്റംസ് നമ്മളിവിടെ സ്നാക്സിന്റെ ഇതിൽ. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വെറൈറ്റി ഫുഡുകൾ കഴിക്കാം, വെജിറ്റേറിയനിൽ തന്നെ അല്ലേ? കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, ചേഞ്ച് ഓഫ് ടേസ്റ്റ് ആണ്. തീർച്ചയായിട്ടും. അല്ല ഇപ്പൊ നോണിലാണല്ലോ കൂടുതലും ഇങ്ങനത്തെ വെറൈറ്റി ഉള്ളത്, പക്ഷെ വെജിറ്റേറിയനിൽ വളരെ കുറച്ചാണ്. കുറവാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഫുഡിന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? അതെ. ഇനി നമുക്ക് ഇപ്പൊ ഈ എവിടെ ബ്രാഞ്ചുകളൊക്കെ ഇപ്പൊ ഉള്ളത്? 4 ബ്രാഞ്ചസ് അല്ലേ? നമ്മൾ പാലക്കാട് നമുക്ക് വിക്ടോറിയ കോളേജ്, ഗവൺമെന്റ് വിക്ടോറിയ കോളേജിന് തൊട്ടടുത്ത് നമ്മൾ ബ്രാഞ്ച് വരുന്നത്. പിന്നെ പാലക്കാട് തന്നെ മേഴ്സി കോളേജിന്റെ അടുത്ത്. കോയമ്പത്തൂർ വരുന്നത് RS പുരം. പർച്ചേസിംഗ് ഒക്കെ എല്ലാം സെൻട്രലൈസ്ഡ് ആണ്. പാലക്കാട് തന്നെയാണ് മെയിൻ സ്റ്റോർ വരുന്നത്. അപ്പൊ അവിടെ നിന്നാണ് നല്ല പച്ചക്കറികളും എല്ലാം വരുന്നത്. അതെ, പച്ചക്കറി നമുക്ക് എപ്പോഴും പാലക്കാട് നമ്മൾ ലോക്കൽ പർച്ചേസ് ചെയ്യാം, കാരണം നമുക്ക് ഡെയിലി പർച്ചേസ് ചെയ്യുള്ളൂ, നമ്മൾ സ്റ്റോക്ക് ചെയ്യില്ല. പിന്നെ നമ്മൾ ഒരുപാട് റെഫ്രിജറേഷൻ സിസ്റ്റം ഇല്ല. റെഫ്രിജറേഷൻ വെക്കുന്നതോട് നമുക്ക് ക്വാളിറ്റി കൺട്രോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് റെഫ്രിജറേഷൻ സിസ്റ്റംസ് വളരെ കുറവാണ്. നമ്മൾ പൊടിയാണ് കഴിച്ചത്, പൊടി ദോശയാണ് കഴിച്ചത്. വേറെ ബട്ടർ പൊടി ഇതൊക്കെ കഴിച്ചിട്ടുള്ള നമുക്ക് സ്പേഷ്യസ് ആണ് അത്യാവശ്യം, അതുകൊണ്ട് കഴിക്കാനൊക്കെ ഒരു നല്ല ആംബിയൻസ് ഒക്കെ ഉണ്ട്, കൊള്ളാം. അതുപോലെ മാഡം കസ്റ്റമേഴ്സിനൊക്കെ ഡീൽ ചെയ്യുന്നത് മാഡം ആണല്ലോ അല്ലേ കൂടുതലും? എന്നാലും കൂടുതലും മാറ്റം അതനുസരിച്ച്. അപ്പൊ അതുപോലെ ഡോക്ടറോട് തന്നെ ചോദിക്കാം, ശരിക്കും പറഞ്ഞാൽ എത്രത്തോളമാണ് കസ്റ്റമേഴ്സിന്റെ അവരുടെ സാറ്റിസ്ഫാക്ഷൻ? നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത്. നല്ല ഫീഡ്ബാക്കാന്ന് വെച്ചാൽ എല്ലാവരും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇവിടുന്ന് പോകുമ്പോൾ. നമുക്ക് ഇപ്പം ലോഞ്ച് ചെയ്തിട്ട് ഒരു 1 വീക്ക് ആയിട്ടുള്ളൂ കടവന്തര ബ്രാഞ്ച്. അപ്പോൾ അവര് ഓരോരുത്തരും വന്നിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് പോയിട്ടുള്ളവർ അഭിപ്രായം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളവർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മള് സംസാരിക്കാൻ തുടങ്ങുന്നത്. എങ്ങനെയായിരുന്നു അത് തന്നെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ സന്തോഷം അല്ലേ? പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ തന്നെ കോമ്പറ്റീഷൻ ഫീൽഡാണ്. ഇതെങ്ങനെ ബാലൻസ് ചെയ്താ പോകുന്നത്? കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഓരോ ബിസിനസ് മോഡലാണ് ആക്ച്വലി. എല്ലാ റെസ്റ്റോറൻറ്റ്സ് ഓരോ റെസ്റ്റോറൻറ്റും ഓരോ ബിസിനസ് മോഡലായിരിക്കും. അപ്പോൾ അവരുടെ വേറെ റെസ്റ്റോറൻറ്റ് കാറ്റഗറിക്ക് അവർക്ക് അവരുടേതായ കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മളുടെ ബിസിനസ് മോഡലിന് അതിൻ്റെതായ കസ്റ്റമേഴ്സ് ഉണ്ടാവും. നമ്മളിൽ കൺവീനിയൻസ് കുറവാണ് കസ്റ്റമർക്ക്. നമ്മൾക്കിവിടെ കുഷൻ സീറ്റ്സോ എയർ കണ്ടീഷനിങ് ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒന്നുമില്ല. അപ്പോൾ ഒരു കുറച്ചും കൂടിയും ഒരു എക്സ്ട്രാവേഗൻസ് എക്സ്പീരിയൻസ് വേണ്ട. സിസ്റ്റം എങ്ങനെയാണ് ശരിക്കും? സിസ്റ്റം ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 സിസ്റ്റം ഉണ്ട്. നമുക്ക് ബില്ലിംഗ് മാനുവലിയും ബില്ല് ചെയ്യാം. കസ്റ്റമർക്ക് നമ്മൾ സെൽഫ് സർവീസ് കിയോസ്ക് ഉണ്ട്. അപ്പോൾ ആ ഡിസ്പ്ലേ സ്ക്രീനിൽ നോക്കിയിട്ട് അവർക്ക് വേണ്ട ഐറ്റംസ് സെലക്ട് ചെയ്ത് അവർക്ക് തന്നെ GPay ചെയ്യാം. അപ്പോൾ അവർക്ക് തന്നെ ടോക്കൺ എടുത്ത് ഏത് ടോക്കൺ അതായത് കൗണ്ടേഴ്സിൽ ടോക്കൺ കൊടുത്ത് അവർക്ക് ഫുഡ് കളക്ട് ചെയ്യാം. ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിലൊന്നും ഡിലേ ഇല്ല. അപ്പോൾ നമുക്ക് ഫുഡ് കളക്ട് ചെയ്തിട്ട് അവർക്ക് കഴിഞ്ഞാൽ ക്ലീനിങ് മുതലാണ് ശരിക്കും നമ്മൾ ചെയ്യുന്നത്. അതൊരു കസ്റ്റമർ തന്നെയാണ് എടുക്കുന്നത്. കസ്റ്റമർ തന്നെയാണ് ടോക്കൺ കൊടുക്കുന്നതും അവർ തന്നെ ഫുഡ് വാങ്ങുന്നതും കഴിക്കുന്നതും. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇപ്പോൾ കസ്റ്റമേഴ്സ് രണ്ടാമത് ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് കിയോസ്കിൽ ചെയ്യാം, ഡയറക്റ്റ് കൗണ്ടേഴ്സ് മേടിക്കുകയും ചെയ്യാം. നമ്മളൊരു ഈസിയാണ് ശരിക്കും, ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ല. വെയിറ്റ് ചെയ്യണ്ട, നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ അവർക്ക് എല്ലാ ഫോട്ടോസും എന്താണോ അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ മെനുവിൽ ഉണ്ടാവും. അത് കണ്ടിട്ട് അവർക്ക് നോക്കിയിട്ട് മേടിക്കാം. അവർക്ക് അവർ തന്നെയാണ് ഓർഡർ ചെയ്യുന്നത്, നമ്മളല്ല. പക്ഷേ ഇവിടെ എറണാകുളത്ത് ഒരു ഫസ്റ്റ് ടൈമാണ് തോന്നുന്നു ഇങ്ങനത്തെ ഒരു സിസ്റ്റം അല്ലേ? സോഷ്യൽ കിച്ചന്റെ ഒരു സിസ്റ്റം. അതെ, കൺസെപ്റ്റ് മേ ബി അതെ അല്ല കൂടുതലൊന്നും കണ്ടിട്ടില്ല. നമ്മൾ പല സ്ഥലങ്ങളിലും പോകുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിവിടെ ആക്ച്വലി ഈ മെക്ഡി അല്ലെങ്കിൽ പോലത്തെ KFC പോലത്തെ എല്ലാ ഫുഡ് ജോയിന്റ്സിലും ഇതേപോലത്തെ QSR തന്നെയാണ്. നമ്മൾ സൗത്ത് ഇന്ത്യനിൽ നമ്മൾ ആ ഒരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ അതൊരു എന്താ പറയാ കുറച്ചൊരു പുതുതാണെന്ന് മാത്രം. അത്ര കോമൺ ആയിട്ടുള്ളത് തന്നെയാണ്. പക്ഷെ സൗത്ത് ഇന്ത്യൻ ക്യൂസിനിലില്ല, കുറവാണ്. അതെ. ഇപ്പൊ ഏതൊരു സ്ഥാപനത്തിന്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? സ്റ്റാഫ് ഇല്ലെങ്കിൽ നമ്മളില്ല അല്ലേ? ഇല്ല. ശരിക്കും തീർച്ചയായും എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? ഒരു 100% മീതൊക്കെയാണ് സപ്പോർട്ട്. ഇതൊരു സ്റ്റാഫ് എന്നുള്ള ഇപ്പൊ ഞാന് വൈഫ്
അതല്ലാതെ ഇപ്പം നമ്മളുടെ കൂടെ എന്തിനും ഇതായി നിൽക്കുന്ന ഇപ്പോൾ ആസ് എ ബ്രദർ പോലെ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സുഹൃത്തുമുണ്ട് ഖലീൽ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു കൂടെ എൻ്റെ കൂടെ നിൽക്കുന്ന നമ്മളുടെ മാനേജേഴ്സ്, ഒരു മാനേജേഴ്സ് അല്ല, അവർ നമ്മളെ അനിയന്മാരെ പോലെയാണ് അല്ലെങ്കിൽ ജ്യേഷ്ഠന്മാരെ പോലെയാണ്, ഫാമിലിയാണ്. അതെ, നമ്മളെപ്പോഴും ഒരു ഇപ്പോൾ വരുന്ന ഇപ്പോൾ അതർ സ്റ്റേറ്റ് സ്റ്റാഫുകളൊക്കെ വന്നു നമ്മൾ അവരെ മാക്സിമം നമ്മൾ അവർക്ക് ഹൈജീൻ പഠിപ്പിക്കുന്നു, അവരെ കൊണ്ട് ബാങ്ക് അക്കൗണ്ട്സ് തുടങ്ങിക്കും. കാരണം ഇവർക്ക് ഇതൊന്നും അറിയില്ല. അതായത് ഇവർക്കൊക്കെ ഇവിടെ വന്നാൽ അവരെ ആർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ ഇവര് ബേസിക്കലി സ്റ്റാഫുകളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ബെസ്റ്റ് തരും. ഓക്കെ, നമ്മൾ അവരെ നമ്മളൊരു എന്താ പറയാ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് കാണാതെ നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങളും ചെയ്യുവാണെങ്കിൽ സ്റ്റാഫുകളുടെ സൈഡിൽ നിന്ന് പിന്നെ അവർക്കും ഗ്രോത്ത് വേണം. നമ്മളുടെ കൂടെ നിൽക്കുന്നവർക്കും ഗ്രോത്ത് വേണം. തീർച്ചയായിട്ടും. അപ്പോഴാണ് നമ്മൾക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. ഒരു ടീം വർക്കാണ് അത്. അല്ല, മെയിൻ സംഭവം ഒരു ഈ പ്രസ്ഥാനം എന്ന് പറയുമ്പോൾ ടീം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഓരോ ബ്രാഞ്ച് നമ്മൾ ഓരോ ആളുകളെ നമ്മൾ ഏൽപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താ പറയാ, അത് അവരുടെ ബ്രാഞ്ച് പോലെ അവർ നോക്കുന്നതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഒരു ഹോട്ടലിയേഴ്സിന്, എല്ലാവരുടെ കേസല്ല, നമ്മളെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് കുറവുള്ള ഹോട്ടലിയേഴ്സിന് പെട്ടെന്ന് മാറാൻ പറ്റില്ല. അത് ഓരോ ആളുകൾ അവരവരുടെ സ്വന്തം അവരുടെ സ്ഥാപനം പോലെ തന്നെ നോക്കുന്ന ഒരു ടീം കൂടെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങളുടെ സൈഡിൽ നിന്ന് അവർ നമ്മളെ വിശ്വസിച്ച് നിൽക്കുന്നതിന് അതേ റിട്ടേൺ ഞങ്ങൾക്ക് അവർക്കും കൊടുക്കാൻ പറ്റണം. ദേ ഷുഡ് ആൾസോ നീഡ് ദ ഗ്രോത്ത്. ഞങ്ങളും അതിനുവേണ്ടി മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഹസ്ബൻഡും വൈഫും അതിന്റെ കൂടെ തന്നെ ഉണ്ട്, അവരുടെ കൂടെ തന്നെ ഫാമിലി ആയിട്ട് തന്നെ പോകുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അതിന് ഗ്രോത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇപ്പൊ 4ാമത്തെ ബ്രാഞ്ച് തുടങ്ങാനായിട്ടും നമ്മള് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ശരിക്കുള്ള സ്ഥലം പ്രദേശം ശരിക്ക് ഞങ്ങൾ പാലക്കാട് കൽപ്പാത്തിയാണ് ഇപ്പൊ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. പക്ഷെ തറവാടെല്ലാം പട്ടാമ്പിയാണ് വരുന്നത്. രണ്ടുപേരും അവിടെ തന്നെ. ഓക്കെ, അപ്പം ഈ ഒരു എറണാകുളത്ത് ഉള്ള ഒരു കൺസെപ്റ്റ് അങ്ങനെ തോന്നാനുള്ള ഒരു എറണാകുളത്ത് ശരിക്കൊരു എന്താ പറയാ, അഫോർഡബിൾ ഫുഡ് വളരെ കുറവാണ്. തീർച്ചയായിട്ടും. പിന്നെ രണ്ട് എക്സ്ട്രീമാണ്. ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ് വലുതാണ് എറണാകുളത്ത്. നമ്മൾ ആ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഫർദർ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വയ്ക്കുക എന്നുള്ളത് ജനങ്ങളുടെ അടുത്താണുള്ളത്. ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ ബെസ്റ്റ് ഞങ്ങൾ ഇവിടെ എന്തായാലും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. അല്ല, നമുക്കിത് ഫ്രാഞ്ചൈസി കൊടുക്കാനായിട്ടുള്ള ഐഡിയാസ്. ഫ്രാഞ്ചൈസി മീൻസ് നമ്മളൊരു ഫ്രാഞ്ചൈസി മോഡലും ഒരു ഇൻവെസ്റ്റർ മോഡലാണ്. ഒരു 90% ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ തന്നെ ഹാൻഡിൽ ചെയ്യാം. കോസ്റ്റിംഗ് എവറിത്തിങ്. ഫ്രാഞ്ചൈസി ഒരു കസ്റ്റമർ ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനത്തെ കാര്യം മാത്രമേ ഫ്രാഞ്ചൈസി ഇൻവോൾവ്മെന്റ് ഉള്ളൂ. ബാക്കി A to Z we will manage. നമ്മളൊരു എന്താ പറയാ, നമ്മളൊരു ബ്രാഞ്ചിന് ബ്രാൻഡിനൊരു വാല്യൂ ഉണ്ടല്ലോ അല്ലേ, അത് നമ്മൾ കീപ്പ് ചെയ്താൽ പോകും. ഹൈ റിട്ടേൺ ഓറിയന്റഡ് ബിസിനസ് അല്ല. ഇതിനൊരു എന്താ പറയാ, നമുക്ക് എന്തെങ്കിലും നമുക്ക് ചെയ്യണം എന്നും വേണം. കുറച്ചൊരു പാഷനേറ്റും എത്തിക്സും ഒക്കെ ഉള്ള ഒരാളുകൾക്ക് മാത്രമേ ഇതിനായിട്ട് ഫർദർ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയുള്ള സംഗതി. എഞ്ചിനീയറും ഡോക്ടറും കൂടി ഇതിനകത്തേക്ക് അല്ല, ആ ഒരു ഫീൽഡിൽ നിന്ന് ഇങ്ങോട്ട് മാറുന്നുണ്ടെങ്കിൽ ശരിക്കും അത് വല്ലാത്തൊരു ടാസ്ക് ആണ് അല്ലേ. ആ ഒരു മേഖലയിലേക്ക് തെരഞ്ഞെടുക്കാൻ തന്നെ ശരിക്കും പറഞ്ഞ വലിയൊരു അല്ലേ. അതെ, സ്ട്രെങ്ത് ഫാമിലിനേക്കാൾ ആ സമയത്ത് ഞങ്ങൾ ഫാമിലിയോട് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ സ്ട്രെങ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സുഹൃത്തുക്കളൊക്കെ തന്നെയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും സ്ട്രെങ്ത്തും തന്നെയായിരുന്നു. നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും നമ്മൾ ഇപ്പോഴും അന്നുള്ള അതേ ആളുകൾ തന്നെ ഇപ്പോഴും ഉള്ളത്. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് റിലേഷൻഷിപ്പ് ഈസ് മോർ ദാൻ ബിസിനസ്. ഇപ്പൊ ടോട്ടൽ എത്ര സ്റ്റാഫ് ഉണ്ട് നമുക്ക്? ഇപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 100+ ഉണ്ട്. ഈ 4 ബ്രാഞ്ചുകൾ 160, 170. ഇപ്പൊ ഈ 4 ബ്രാഞ്ചിലും 100 ഫാമിലീസിനെയാണ് നമ്മള് എന്താ പറയുക ടേക്ക് ഓവർ. അതെ, തീർച്ചയായും. അല്ല, അവരുടെ ശരിക്കും പറഞ്ഞാൽ അവരുടെയൊക്കെ ഒരു എന്താ പറയാ നല്ല പുണ്യ പ്രവർത്തനമാണ് ശരിക്കും പറഞ്ഞാൽ. അവരുടെ ഹാർഡ് വർക്കാണ്. നമുക്കതിൽ വളരെ നമുക്കിപ്പോൾ ഏറ്റവും നമ്മൾ വറി ചെയ്യുന്നതും അതാണ്. നമുക്ക് അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതുമ്പോ നമ്മൾക്ക് ബെസ്റ്റ് ഓൺ ടൈം പ്രോംപ്റ്റ് ആയി നമുക്കും ചെയ്തു കൊടുക്കാൻ പറ്റണം എന്നുള്ളത്. ഫാമിലി ആരൊക്കെയാണുള്ളത്? ഫാമിലി എൻ്റെ വീട്ടിൽ അമ്മ, അമ്മമ്മ, പിന്നെ വൈഫിൻ്റെ കൂടെ അമ്മ, ചേച്ചി, എനിക്ക് സിസ്റ്ററും ഉണ്ട്. എൻ്റെ സിസ്റ്റർ കാലിക്കറ്റാണ്. വൈഫിൻ്റെ സിസ്റ്റർ ഇപ്പോൾ US-ലാണുള്ളത്. പിന്നെ ഞങ്ങൾക്കൊരു മോളാണുള്ളത്, പേര് കല്യാണി, ഒരു 2.5 വയസ്സായി. അവിടെ അമ്മമ്മയോട് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്.
അത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അമ്മ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല, നിങ്ങൾ പെട്ടെന്ന്. പക്ഷേ എത്ര വയസ്സ്? 2 വയസ്സ് അല്ലേ? 2.5 വയസ്സ്. അത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ശരിക്കും നിങ്ങൾ കൂടെ വേണ്ട ടൈമാണ് അല്ലേ? ശരിക്കും അതൊരു ഇതിലും വലിയ ടാസ്കാണ്. അമ്മമ്മയുടെ സപ്പോർട്ടിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അതും പക്ഷെ ഇത്ര എവിടെയല്ലേ, മറ്റേ പാലക്കാട് തന്നെ അല്ലേ? അല്ല, പട്ടാമ്പിയാണ്. മോളെ ഞങ്ങൾ അവിടെ ആക്കിയിട്ടാണ് ഇവിടെ ഇനോഗ്രേഷൻ. ഇനിയിപ്പോ ഇനോഗ്രേഷൻ ചെയ്ത് എങ്ങനെയും 10-15 ഡേയ്സ് അവൈലബിൾ ആവണം. ഇപ്പൊ ന്യൂജൻ കാലഘട്ടമാണ് അല്ലേ? അല്ലേ? അതെ. ഇപ്പൊ ന്യൂജൻ കാലഘട്ടത്തിൽ ഇപ്പോഴുള്ള ന്യൂജൻ ആൾക്കാർക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കേണ്ട ഒരു ഇൻഫർമേഷൻ. അപ്പൊ ഈ ഹോട്ടൽ പ്രസ്ഥാനമല്ല, വേറെ എന്ത് ബിസിനസ് ആണെങ്കിലും അതിനെക്കുറിച്ച് നമ്മുടെ പ്രീ മീഡിയയിലെ പ്രേക്ഷകർക്ക് ഒരു മെസ്സേജ്. പ്രധാനമായിട്ട് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ട് എന്റർപ്രണർ അല്ല. ഐ എം ജസ്റ്റ് കംപ്ലീറ്റഡ് ഒരു 5 to 6 years ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. സ്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആർക്കും ഒരു എന്റർപ്രണർ ആവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ള എല്ലാ സാഹചര്യവും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ശരി, സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നേ ഉണ്ട്. അത് ഇപ്പൊ എല്ലാവരും കാര്യങ്ങൾക്ക് ഗവൺമെന്റ്, എല്ലാ സ്റ്റേറ്റോ സെൻട്രലോ ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ, നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ നമ്മളതിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ തയ്യാറാണെങ്കിൽ നമുക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ഉണ്ട്. വേണ്ടത് നമുക്ക് എപ്പോഴും ഒരു നല്ല ടീം ഫോം ചെയ്യാൻ നോക്കുക. ടീം ആയിട്ടാണ് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ അച്ചീവ് ചെയ്യാനും മുന്നോട്ട് പോകാനും പറ്റും. ഓൾവേസ് ട്രൈ ടു ഫൈൻഡ് എ ഗുഡ് ടീം. അവരാണ് നമ്മളുടെ സ്ട്രെങ്ത് ആസ് എൻ എന്റർപ്രണർ. പിന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനമോ നമ്മളെ ബിസിനസ് മോഡലിനോ നമ്മൾ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും അതിൻ്റെ ബേസിക് എത്തിക്സ് ചേഞ്ച് ചെയ്യാതിരിക്കുക, അത് ഫോളോ ചെയ്യുക. ഇന്നല്ലെങ്കിൽ നാളെ അത് മെല്ലെ ആളുകളെ ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും. ഇറ്റ് ഡസൻറ്റ് മീൻ ഇറ്റ് വിൽ ബിക്കം എ സക്സസ്ഫുൾ. പക്ഷേ അറ്റ്ലീസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ നമുക്ക് തൃപ്തി ഉണ്ടാവും നമ്മൾ ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടുപേർക്കും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് വേണ്ടി ഒരു നിങ്ങളുടെ ജീവിത യാത്ര നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഷെയർ ചെയ്ത് തന്നതിൽ വളരെയധികം സന്തോഷം. അപ്പോൾ ഇനിയും എന്താ പറയുക, ബ്രാഞ്ചുകളും ഉണ്ടാകട്ടെ, അതിനുള്ള എല്ലാവിധ ദൈവാധീനം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. താങ്ക് യു സോ മച്ച്.